ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് പച്ചക്കറികളിലെയും ഫ്രൂട്ട്സിലെയും വിഷാംശം എങ്ങനെ കളയാമെന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, പച്ചക്കറികൾ നടുന്ന ടൈം മുതൽ നമ്മുടെ കയ്യിലെത്തുന്നത് വരേക്കും ഒരുപാട് പെസ്റ്റിസൈഡുകളും കെമിക്കൽസും ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്താലും പൂർണ്ണമായിട്ട് നമുക്ക് വിഷാംശം ഒഴിവാക്കാനായിട്ട് പറ്റില്ല. വിഷമുക്തമായിട്ടുള്ള പച്ചക്കറികൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ ചെറിയ ഗാർഡനിൽ, കിച്ചൺ ഗാർഡനിൽ നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വിഷമുക്തമായിട്ടുള്ള പച്ചക്കറി കഴിക്കാനായിട്ട് പറ്റൂ. എന്നാലും നമുക്ക് ഒരു പരിധി വരെയൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളിൽ നിന്ന് വിഷാംശം മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ അതുപോലെ തന്നെ പുളിവെള്ളമോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല ക്ലീൻ ചെയ്യുന്നത്, മറ്റൊരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സാധാരണ ഞാൻ പച്ചക്കറികൾ വാങ്ങുന്നത് ഒരാഴ്ചത്തേക്ക് മൊത്തമായിട്ടാണ്. അപ്പം ഞാൻ അത്യാവശ്യം പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഈ പച്ചക്കറികളെല്ലാം ആദ്യം കുറച്ച് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കഴുകിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പച്ചക്കറികളിലുള്ള പൊടിയും അഴുക്കും ഒക്കെ അങ്ങ് പോയി കിട്ടും. അതിന് ശേഷം മാത്രമാണ് ഇതിനുള്ളിലുള്ള വിഷാംശം പോകാനായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറികളെല്ലാം നല്ലതുപോലെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇത്തരം പച്ചക്കറികളിൽ ഉള്ളിലുള്ള വിഷാംശം പോകാനായിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. ഞാൻ ഈ ഒരു രീതിയിലാണ് പച്ചക്കറികളെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെയൊക്കെ മഞ്ഞൾപ്പൊടിയിലും ഉപ്പും ഒക്കെ ഇട്ടിട്ട് പച്ചക്കറി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു രീതിയിൽ നിന്നും ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്ന രീതിയാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പം എന്തായാലും ഞാൻ പച്ചക്കറികൾ ഒരു വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലെ വിഷാംശം പോകാനായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാണ്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടാണ് പച്ചക്കറി ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയുടെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് വിനെഗറാണ്. കുറച്ച് സിന്തറ്റിക് വിനെഗർ കൂടി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് രണ്ടും കൂടെ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊക്കെ അറിയാം, ബേക്കിംഗ് സോഡയും വിനെഗറും നല്ല ക്ലീനിങ് ഏജൻ്റ് ആണെന്ന്. ഇതിനുശേഷം ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കഴുകി എടുത്ത് വെച്ചിരുന്ന പച്ചക്കറികളെല്ലാം ഈ ഒരു വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഞാൻ മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപ്പ് ഉപയോഗിച്ചിട്ടായാലും മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടായാലും ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂറിലേറെ ആ ഒരു വെള്ളത്തിൽ മുക്കി വെക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബേക്കിംഗ് സോഡയും വിനെഗറും ഉപയോഗിച്ച ഈ വെള്ളത്തിൽ 10-15 മിനിറ്റ് നേരം മാത്രം ഇട്ട് വെച്ചാൽ മതി. അപ്പോഴേക്കും ഒരുവിധം വിഷാംശമൊക്കെ പോയി കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് വിഷമുക്തമായിട്ടുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വന്തമായിട്ട് കിച്ചൺ ഗാർഡനിൽ തന്നെ തയ്യാറാക്കിയെടുക്കണം. പക്ഷേ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താലും ഒരുവിധമൊക്കെ വിഷം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. ഇങ്ങനെ നമ്മൾ വിനെഗർ ഒഴിച്ച വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് ഒരാഴ്ചയിലേറെ നമ്മുടെ പച്ചക്കറികൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പച്ചക്കറി ഇപ്പം നമ്മൾ ബേക്കിംഗ് സോഡയും വിനെഗറും ഇട്ട വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, ഈ പച്ചക്കറികളൊക്കെ നല്ലതുപോലെ ഒരു 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് വാടിപ്പോവാറുണ്ട് ഇല്ലേ? അത്തരം സന്ദർഭങ്ങളിൽ കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് അതിലൊരു കുറച്ച് നേരം മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ്. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാഴ്ചത്തേക്കാണ് ഞാൻ പച്ചക്കറി വാങ്ങുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ കഴുകിയെടുത്തതിന് ശേഷം നല്ലതുപോലെ ആ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറ്റിയതിന് ശേഷമാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു കിച്ചൺ ടവലിൽ കഴുകിയെടുത്ത പച്ചക്കറികളൊക്കെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം അതിലെ വെള്ളമയമൊക്കെ മാറിയിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഞാൻ പച്ചക്കറികളിലെ വിഷാംശം മാറ്റാനായിട്ട് ബേക്കിംഗ് സോഡയും വിനെഗറും ഒഴിച്ച വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുറച്ച് എഫക്റ്റീവായിട്ടാണ് തോന്നിയത് കേട്ടോ. മറ്റുള്ള രീതിയെ അപേക്ഷിച്ചിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നതിനേക്കായും അതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിനേക്കായും പുളിവെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിനേക്കായും ഒക്കെ കുറച്ച് എഫക്റ്റീവായിട്ടാണ് ഈ ഒരു രീതി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യുന്നത്, നമ്മൾ കഴുകിയെടുത്ത പച്ചക്കറികളെല്ലാം ഒരു കിച്ചൺ ടവൽ ഉപയോഗിച്ച് നല്ലതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ തുടച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ.
തക്കാളിയും പച്ചമുളകുമൊക്കെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷമാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. കാരണം അത് പെട്ടെന്ന് ചീത്തയാവുന്നത് കൊണ്ട് തന്നെ വെള്ളമയം ഒട്ടും തന്നെ അതിൽ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പറിന് മുകളിലാണ് തക്കാളിയും പച്ചമുളകും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബാക്കിയുള്ള പച്ചക്കറികളായിട്ടുള്ള ക്യാരറ്റും വെണ്ടയ്ക്കയും ബീൻസുമൊക്കെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് സിപ്ലോക്ക് ബാഗുകളിലാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ നമ്മൾ സിപ്ലോക്ക് ബാഗുകളിൽ പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ ഒരുപാട് സ്ഥലം കിട്ടുമെന്ന് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാനും പറ്റും. മാത്രമല്ല നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. അല്ലാണ്ട് നമ്മൾ എല്ലാ പച്ചക്കറികളും കൂടെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാനുള്ള ചാൻസ് ഒരുപാടാണ്. ഇപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ ഫ്രൂട്ട്സ് എങ്ങനെയാണ് വിഷമുക്തമാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫ്രൂട്ട്സ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് മുന്തിരിങ്ങയിലാണ്. അതുപോലെ തന്നെ ആപ്പിൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്താൽ ആപ്പിളിനുള്ളിലെ വിഷം പോകുകയില്ല. കാരണം ആപ്പിളിൻ്റെ പുറത്ത് എപ്പോഴും ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ടാവും. നമ്മൾ ആ വാക്സ് കോട്ടിങ് പോകത്തക്ക രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് ആ ആപ്പിൾ വിഷമുക്തമാക്കി എടുക്കാനായിട്ട് പറ്റൂ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ 4 വ്യത്യസ്തമായ രീതിയിൽ ആപ്പിൾ ക്ലീൻ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് 1-2 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ഏതൊക്കെ രീതിയിൽ മുരിങ്ങയ്ക്ക സ്റ്റോർ ചെയ്തിട്ടും 1-2 ദിവസം കഴിയുമ്പം പെട്ടെന്ന് അത് ഉണങ്ങിപ്പോകുന്നു എന്നുള്ളത്. അതിനായിട്ട് ഇതുപോലെ കഴുകിയെടുത്ത മുരിങ്ങയ്ക്ക ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച വരെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്ന് കൊള്ളും. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസുകളാക്കിയിട്ട് സിപ്ലോക്ക് ബാഗിലാക്കി സൂക്ഷിച്ചാലും മതി. ഇനി നമുക്ക് ഫ്രൂട്ട്സ് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആപ്പിളും മുന്തിരിങ്ങയൊക്കെ ഒരേ രീതിയിലല്ല ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന്. ആദ്യം നമുക്ക് മുന്തിരിങ്ങ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ആദ്യം മുന്തിരിങ്ങ ഒന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷമാണ് ഇതിനുള്ളിലെ വിഷാംശം പോകാനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുള്ള മുന്തിരിങ്ങ ഏകദേശം അരമണിക്കൂറോളം മുക്കി വെച്ചിട്ട് 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ള വിഷാംശം ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഡേറ്റ്സും വൃത്തിയാക്കിയെടുക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാത്തത് മുന്തിരിങ്ങ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പാത്രത്തിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ മുന്തിരിങ്ങയും ഡേറ്റ്സും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള പൊടിയും കുറച്ചധികം വിഷാംശമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ആപ്പിൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. 4 വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ആപ്പിൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിലേത് രീതിയാണ് നിങ്ങൾക്ക് സൂട്ടബിൾ എങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്കൊക്കെ അറിയാം ആപ്പിളിന് മുകളിൽ വാക്സ് കോട്ടിംഗ് ഉണ്ടാകും എന്നുള്ളത്. ഇത്തരത്തിൽ വാക്സ് കോട്ടിംഗ് വരാനുള്ള കാരണം ആപ്പിളിന് ഷെൽഫ് ലൈഫ് കൂടാനും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വാക്സ് കോട്ടിംഗ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏത് രീതിയിലാണ് ഞാൻ ഇത്തരത്തിൽ വാക്സ് റിമൂവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ രീതി വന്നിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് ചുരണ്ടി കളയുകയാണെങ്കിൽ ആപ്പിളിന് മുകളിലുള്ള വാക്സ് കോട്ടിങ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ആർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. ഇങ്ങനെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ആപ്പിൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നൈഫിൽ കാണുമ്പം തന്നെ മനസ്സിലാവും എത്രത്തോളം വാക്സ് റിമൂവായി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇനി അടുത്ത രീതി എന്താണെന്ന് നോക്കാം. അടുത്ത രീതി വന്നിട്ട് വാക്സ് റിമൂവ് ആക്കാനായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളത്തിലേക്ക് ആപ്പിൾ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 സെക്കൻഡ് നേരം ഇതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ നമ്മുടെ ആപ്പിൾ ഇട്ട് വെക്കുകയാണെങ്കിലും വാക്സ് റിമൂവ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് എടുത്ത് നല്ലതുപോലെ കിച്ചൺ ടവലിലൊന്ന് തുടച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് നേരമൊന്നും നമുക്ക് ചൂടുവെള്ളത്തിൽ ആപ്പിൾ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. 1-2 സെക്കൻഡ് നേരത്തേക്ക് ഇട്ട് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ തുടച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ രീതി. ഇനി മൂന്നാമത്തെ രീതിയിൽ എങ്ങനെയാണ് ആപ്പിളിനുള്ളിലെ വാക്സ് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വിനെഗർ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനെഗറിന് 1 ടേബിൾ സ്പൂൺ വെള്ളം, ആ ഒരു രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് ഈക്വൽ എമൗണ്ട് വെള്ളവും വിനെഗറും നമുക്ക് എടുക്കണം.
അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ ആപ്പിളിന് പുറത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. അങ്ങനെ തേച്ച് കൊടുത്താലും നമ്മുടെ ആപ്പിളിനുള്ളിലെ വാക്സ് റിമൂവ് ആയി കിട്ടുന്നതാണ്. അതിനുശേഷം 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ വിനെഗറിൻ്റെ ആ ഒരു ചെവയൊക്കെ മാറി നമുക്ക് ആപ്പിൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആപ്പിളിന് മുകളിലുള്ള വാക്സ് ഒക്കെ പോയി കിട്ടും. അതിനുശേഷം 1-2 വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നല്ലതുപോലെ തന്നെ നമ്മൾ ആപ്പിൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ രീതിയിൽ എങ്ങനെയാണ് വാക്സ് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. 4ാമത്തെ രീതി വന്നിട്ട് നമ്മൾ വാക്സ് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കാം. ഇനി ആ ബേക്കിംഗ് സോഡയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീരാണ്. 2-3 ഡ്രോപ്പ് നാരങ്ങാ നീര് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഈ ഒരു മിശ്രിതം നമുക്ക് ബ്രഷോ അതല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് ആപ്പിളിൽ നല്ലതുപോലെ തേച്ച് കൊടുത്താലും ആപ്പിളിൻ്റെ പുറത്തുള്ള വാക്സ് റിമൂവ് ആയിട്ട് കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. അപ്പം നമ്മുടെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലെയും വിഷാംശം എങ്ങനെ കളയാമെന്നുള്ളതും അത് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുമുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.